മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം. ഞാൻ നിങ്ങളുടെ സ്വന്തം ATR മിസ് ആണ്. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ സംഭവം ഇത്രയുള്ളൂ. കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ് എങ്ങനെയാണ് ഒരു നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം? കാരണം ഇപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണല്ലോ. സ്കൂളൊക്കെ തുടങ്ങി പതിയെ 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 കുറച്ചായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ തീരെ മാർക്കില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ ഭയങ്കരമായിട്ട് ഉഴപ്പി നടന്നിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലോ ഒന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ ഇനി അടുത്ത് വരുന്ന എക്സാംസിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ ഒരു ടോപ്പർ ആവണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് മിസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകും എന്നാണ് മിസ് വിചാരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം, മിസ് ഇതുപോലത്തെ ടിപ്സുകളൊക്കെ പറഞ്ഞു തരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോ. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് ടിപ്പുകൾ വേണ്ടത്? രാത്രി പഠിക്കാനോ, രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കാനാണോ, അല്ലെങ്കിൽ രാവിലെ നേരത്തോടെ എണീക്കാനുള്ള ടിപ്പുകളാണോ? അപ്പൊ എന്ത് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. മിസ് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്തുതരാം. ഓക്കെ, റെഡി? അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻ ഒന്നുമില്ല അല്ലെ. നമ്മളൊരു ഓളത്തിൽ അങ്ങ് പഠിച്ചു പോവാണ് ചെയ്യുന്നത് അല്ലെ. സ്കൂളിൽ ടീച്ചേഴ്സ് ക്ലാസ് ഒക്കെ എടുക്കുന്നു, അപ്പൊ നമ്മൾ അത് നേരെ വീട്ടിൽ വന്നിരിക്കുന്നു, പഠിക്കുന്നു, അത് ഒരു സബ്ജക്ട് കുറച്ചേരം ഇരുന്ന് നോക്കുന്നു, പഠിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് നേരെ അടുത്തേക്ക് പോകുന്നു, വേറെ എന്തെങ്കിലും നോട്ട് പഠിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ആകെപ്പോടെ ഒരു കുഴഞ്ഞു പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താ, അതായത് നമ്മളിപ്പോ ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താന്നുള്ള മിസ് പറഞ്ഞുതരാം. നിങ്ങൾ കുറേ സമയം ഇരുന്ന് പഠിക്കും, പക്ഷെ എന്താണ്, മാർക്ക് ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. ഓക്കെ, കുറെ കുട്ടികൾ പറയുന്ന ഒരു പ്രശ്നമല്ലേ, മിസ് ഞാൻ എത്ര നേരം ഇരുന്ന് പഠിക്കുന്നുണ്ടെന്നറിയോ, എത്ര നേരം ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് മര്യാദയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല. അതിന്റെ പ്രധാന പ്രശ്നം എന്താണ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാൻ ഇല്ലാതെ പഠിക്കുന്നതാണ് അതിന്റെ പ്രധാന പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രശ്നം ഒന്ന് മാറ്റിയെടുക്കണ്ടേ അല്ലെ? നമ്മൾക്ക് എങ്ങനെ നമ്മൾ നോക്കിയിട്ടും കുറെ ഇരുന്ന് പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പൊ നമുക്ക് ഈ ഒരു ടൈമിൽ മാത്രമല്ല, നിങ്ങൾ ഇനി വലുതായി കഴിഞ്ഞാലും ഇപ്പൊ ഈവൺ മിസ് വരെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ മിസ്സിന് ഇപ്പൊ ഒരു ക്ലാസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിസ് എന്ത് ചെയ്യും, ടൈം ടേബിൾ ഉണ്ടാക്കും. ഓരോ വീക്കിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ടൈം ടേബിൾ ഉണ്ടാക്കും. കാരണം ആരായാലും മറന്നുപോയില്ലേ, നമുക്ക് എന്തൊക്കെ പഠിക്കണം ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. അതും തുടക്കം മുതലേ ഇങ്ങനെ ശീലിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് മിസ്റ്റേക്സുകളിൽ തുടങ്ങാം. കാരണം നമ്മൾ മിസ്റ്റേക്സുകൾ മാറ്റിയിട്ട് വേണമല്ലോ ഒന്ന് ശരിയാക്കി തുടങ്ങാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രധാന മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്നുള്ള മിസ് ആദ്യം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർലോഡ് കൊടുക്കും. കാരണം തുടക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ വൻ ആവേശമായിരിക്കുമല്ലോ നമുക്ക്. എന്താ പറയാ, ആരംഭ ശിരത്ത് എന്നൊക്കെ പറയില്ല, അത്രയും ആവേശമായിരിക്കും തുടക്കത്തിൽ. അപ്പൊ നമ്മൾ എന്ത് വയ്ക്കും, 2 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ചാപ്റ്റർ മൊത്തത്തിൽ അങ്ങോട്ട് പഠിച്ചാലോ 2 മണിക്കൂറിൽ, അല്ലെങ്കിൽ ഒരു ദിവസം 2-3 ചാപ്റ്റേഴ്സ് ഒറ്റയടി അങ്ങോട്ട് പഠിക്കാം എന്നൊക്കെ ഇങ്ങോട്ട് വിചാരിക്കും. അത് തുടക്കത്തിൽ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ആവേശം തുടക്കം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി പോവും. ഓക്കെ, അപ്പൊ ഒരുപാട് നമുക്ക് നമ്മളെ നന്നായിട്ട് അറിഞ്ഞൂടെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഓവർലോഡ് കൊടുക്കരുത്. ഓക്കെ, നമ്മളോട് തന്നെ ഭയങ്കര ഓണസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് പറ്റുന്നതേ നമ്മൾ ആ ടൈം ടേബിൾ ഇടേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഒരിക്കലും ഈ പറയുന്ന നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഫുൾ ഇരുന്ന് പഠിക്കുന്നു, 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നു, നടക്കാൻ പോകുന്നില്ല. നമുക്കും അറിയാം നടക്കാൻ പോകുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെ നടക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് വെറുതെ ടൈം ടേബിൾ ഇട്ടിട്ട് അത് എന്താ പറയാ, പിന്നെ ലാസ്റ്റ് ടൈം ടേബിൾ മൊത്തം വെറുതെ ആ സമയം വേസ്റ്റ് ആയി പോകുമല്ലോ. അപ്പൊ അങ്ങനെ വേണ്ട, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അതങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം കഴിയുമ്പോഴേക്കും എന്താ സംഭവിക്കുക, നമ്മളത് നിർത്തിപ്പോരും അല്ലേ. 2 ദിവസം നോക്കിയിട്ട് ശരിയാവുന്നില്ല, അപ്പൊ മടുത്തുപോയി, തുടക്കം തന്നെ മടുത്തുപോയി വിട്ട് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഫോളോ ചെയ്യാതെ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകണം. അപ്പൊ ഈ ടൈം ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾ പറയില്ലേ, ഈ ടോപ്പേഴ്സ് ഒക്കെ പഠിക്കുന്ന പോലെ പറയില്ലേ, നമ്മളിങ്ങനെ വിചാരിക്കും അവരെങ്ങനെയായിരിക്കും ക്ലാസ്സിൽ ഇത്ര നല്ല മാർക്കൊക്കെ വാങ്ങുക. സംഭവം ഇത്രയുള്ളൂ, അവർ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടായിരിക്കും പഠിക്കുക. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി ഇനി മുതൽ എന്ത് ചെയ്യാം, നമുക്കും അങ്ങ് ഫോളോ ചെയ്യാം. ഓക്കെ, മാത്രമല്ല നമ്മുടെ ടൈം കുറേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കുറേ നേരം ഇങ്ങനെ ബുക്കിന് മുന്നിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സമയം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേറെ ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് ആ ഒരു പഠിക്കുന്ന ആ ഒരു ശീലം എന്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, റെഡി? അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ്
നല്ലൊരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനാദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും എടുക്കുക. ഓക്കെ, മാത്സ്, ഫിസിക്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ അതെല്ലാതും എൻ്റെ കുട്ടികൾ എടുക്കുക. ഓക്കെ, എല്ലാതും എടുക്കുക. അതിലേതൊക്കെ ടോപ്പിക്കുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തല്ലോ. ഇനി സ്റ്റെപ്പ് 1. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് 1 നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിക്കോ. ഫസ്റ്റത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫിഗർ ഔട്ട് വാട്ട് യു നീഡ് ടു സ്റ്റഡി. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്റ്റും ഒന്ന് എടുക്കുക. അതിൽ എത്ര ടോപ്പിക്സ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും, അതായത് നോട്ടുകളൊക്കെ ഉണ്ടാവല്ലോ, ഒക്കെ എൻ്റെ മക്കളൊന്ന് എടുക്കുക. ഓക്കെ, എന്നിട്ട് അതൊന്ന് ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്പെസിഫിക് ആയിട്ട് ലിസ്റ്റ് ആയിട്ട് ചെയ്യുക. അതായത് ഇപ്പം നമ്മളിപ്പോൾ നമുക്ക് മൺഡേ ഇപ്പോൾ എന്താ പറയുക, മൺഡേ ഇപ്പം നമുക്ക് മാത്സ് പഠിക്കാനുണ്ട് വിചാരിക്കാം. ഓക്കെ, മൺഡേ മാത്സ് ഒന്ന് വെറുതെ മാത്രം എഴുതിയാൽ പോരാ. നമ്മളിപ്പോൾ എന്ത് വേണം, നമുക്കതിൽ മാത്സിൽ ഏത് ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, അതിൽ ഏത് ടോപ്പിക് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പേപ്പർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ, നിങ്ങളുടെ ഏതാണോ സബ്ജക്റ്റ്, ഓക്കെ, ആ സബ്ജക്റ്റ് എന്നുള്ളത് മെയിനായിട്ട് അവിടെ കൊടുക്കുക. മാത്സ് ആണെങ്കിൽ മാത്സ് ഏതാണ് സബ്ജക്റ്റ് എന്ന് കൊടുക്കുക. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ, അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ആ ടോപ്പിക്സ് എന്നുള്ളത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് കൊടുക്കുക. അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ എത്ര സമയമാണ് ഓരോ ചാപ്റ്ററും പഠിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിസ് എല്ലാതും നല്ല ഡീറ്റെയിൽ ആയിട്ട് ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര സമയമാണ് ബാക്കിയുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം. അതായത് ഇപ്പം നമുക്കിപ്പോൾ വലിയ പ്രശ്നമില്ല, ഇപ്പം നമുക്കിപ്പോൾ അടുത്തായിട്ട് ഇപ്പോൾ എക്സാം ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എന്താ കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വീക്കിലി നോക്കുക. അതായത് ഓരോ ആഴ്ചയിലേക്കുള്ള ടൈം ടേബിൾ ഇട്ട് നോക്കുക. അപ്പൊ ഓരോ ആഴ്ച നമുക്ക് എത്ര സമയമുണ്ട്, അപ്പോൾ ഓരോ ദിവസവും നമുക്ക് എത്ര വീതം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും, ഓരോ ദിവസം എത്ര നേരം ഇരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോട് തന്നെ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടിരിക്കണം. കാരണം നമുക്ക് ഒരുപാട് സമയം നമ്മൾ ഓരോ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു മിനിമം ഒരു 2 hours എങ്കിലും എന്ത് ചെയ്യുക, 2 hours എങ്കിലും ഡെയിലി നിങ്ങൾ മാറ്റിവെക്കുക പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് മാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട്. അല്ലെ, ലൈഫ് സ്റ്റൈൽ ആയിട്ട് മാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളിങ്ങനെ ഭയങ്കര തുടക്കത്തിൽ ആവേശം മൂത്തിട്ട് എനിക്ക് അത്രയും നേരം തുടക്കത്തിൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ടൈം ടേബിൾ ഉണ്ടാക്കരുത്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് മാച്ച് ചെയ്തിട്ട്, ചിലപ്പോൾ രാവിലെ നേരത്തോടെ സ്കൂളിലൊക്കെ പോകേണ്ട ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് വരുന്നവരായിരിക്കും. അപ്പൊ എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ വരുന്നത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, റെഡി. അപ്പൊ എന്തായാലും ഒരു 2 മണിക്കൂറിനും കുറയണ്ട. ഒരു ദിവസം മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 hours എങ്കിലും പഠിക്കാനായിട്ട് എൻ്റെ കുട്ടികളെ മാറ്റിവെക്കാം. വേണമെങ്കിൽ രാവിലെ 1 hour, രാത്രി 1 hour എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീക്ക് ആയിട്ടുള്ളത്, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട് നമ്മൾ നോക്കാം. ഇപ്പൊ ചിലർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ മാത്സ് ആയിരിക്കും ഭയങ്കര ടഫ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രധാന മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടെണ്ണത്തെയും ഈക്വൽ ആയിട്ടുള്ള ടൈം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അല്ലെ, നമുക്ക് ഈക്വൽ ആയിട്ട് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്സിൽ നമുക്ക് നല്ല രീതിക്ക് കയറി വരാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്ന സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക. നിങ്ങൾക്ക് തീരെ അറിയാത്ത സബ്ജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് കൂടുതൽ സമയം ഇട്ട് കൊടുക്കണം. കാരണം നമുക്കത് മനസ്സിലാക്കി വരാനായിട്ട് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിക്ക് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ ബ്രേക്ക്. നമുക്ക് ഇഷ്ടമുള്ള പകുതിയില്ലേ. ഓക്കെ, അപ്പൊ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തുടക്കത്തില് ഒറ്റയടിക്ക് 2 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും, നടക്കില്ല മക്കളെ. അതായത് അങ്ങനെ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് മടുത്തു. ഓക്കെ, അങ്ങനെ മടുക്കരുതല്ലോ. നമുക്ക് ഇഷ്ടത്തോടെ ഇരുന്ന് പഠിക്കേണ്ടേ. അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് നോക്കാം. അതായത് ഒരു 50 minutes നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക, ഒരു 50 minutes നിങ്ങൾ ഇരുന്ന് പഠിച്ചു, പിന്നെ അതിനുശേഷം നിങ്ങൾ ഒരു 10 minutes നിങ്ങൾ ബ്രേക്ക് എടുത്തു. ഓക്കെ, അപ്പൊ 10 minutes ബ്രേക്ക് എടുത്തു. ഇത് നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു 2 വട്ടം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ആ ഒരു രീതിക്ക് നിങ്ങൾ ഇത് ചെയ്യുക, ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ പോമഡാറോ ടെക്നിക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു 20 minutes പഠിച്ചു. 20 minutes പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ 5 minutes ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു 20 minutes നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക. ഒരു 20 minutes നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനുശേഷം ഒരു 10 minutes ബ്രേക്ക് എടുത്തു.
10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, ഇപ്പം നിങ്ങൾ 10 മിനിറ്റ് എടുത്തോ, കുഴപ്പമില്ല, എക്സാം ടൈം ഒന്നുമില്ല. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മളൊരു 20 മിനിറ്റ്സ് പഠിച്ചു, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. വീണ്ടും നമ്മളൊരു 20 മിനിറ്റ്സ് പഠിച്ചു, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. വീണ്ടും നമ്മൾ വീണ്ടും നമ്മളൊരു 20 മിനിറ്റ്സ് പഠിച്ചു, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ദെൻ അതിനുശേഷം അത്രയും സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം നമ്മളൊരു 30 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഓക്കെ, വീണ്ടും സ്റ്റിൽ റിപ്പീറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ കുറച്ച് വീതം നമ്മൾ ഇടയിൽ ബ്രേക്ക് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേഗം നമ്മളൊരു ഫ്രഷ്നെസ്സോട് കൂടെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ബ്രേക്ക് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോരുത്, ഈ നമുക്ക് എന്താ പറയുക, ഈ റീൽസ് ഇതൊക്കെ നമ്മൾ കാണാനിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടുപോകും. അപ്പം അതിലൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ടൈമർ വെച്ചിട്ട് വേണം നിങ്ങൾ ബ്രേക്ക് എടുക്കാനായിട്ട്. ഓക്കെ, റെഡി? അപ്പം ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒറ്റയടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് ആ ഒരു പ്ലാൻ ആക്കരുത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ബ്രേക്ക് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ അടുത്തത് 5ാമത്തെ കാര്യം, അതാണെന്ത്, നല്ല വെറൈറ്റിയും അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ടൈം ടേബിളിൽ. അതായത് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ മാത്സ് ആണ് പഠിക്കേണ്ടതെന്ന് വിചാരിക്കാം, നാളത്തെ ദിവസം മാത്സ്, അതിൻ്റെ അപ്പുറത്തെ ദിവസം രാവിലെ മാത്സ്, നമുക്ക് തന്നെ മടുത്തൂല്ലേ? എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ ഉപ്മാവാണ് ഫുഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് മടുത്തൂല്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം, വേറെ ഇപ്പം ഇന്നിപ്പോൾ ഞാൻ മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ രാവിലെ വേറെ ഏതെങ്കിലും ഇപ്പോൾ സയൻസ് പഠിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ദിവസം ഞാൻ വേറെ സബ്ജക്ട് പഠിക്കും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇപ്പം മിസ് ഇപ്പോൾ പറയുന്ന ടൈം ടേബിൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല മിസ് പറയുന്നത്. ടൈം ടേബിൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ ചെയ്യാൻ നോക്കും, ചിലപ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ സ്വാഭാവികം. മാക്സിമം നിങ്ങളൊരു 60% എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിളിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമാണ്. ഓക്കെ, അപ്പം അങ്ങനെ അയച്ചു മതി. കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ടൈം ടേബിൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റണമെന്ന് മിസ് ഒരിക്കലും നിർബന്ധം പിടിക്കില്ല. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റും നോക്കുക. ഓക്കെ, ഇന്ന് മാക്സിമം നിങ്ങൾ നോക്കി, കുറേയൊക്കെ പറ്റി, കുറച്ചൊന്നും നടന്നില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ദിവസം നോക്കാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേ നേരം തന്നെ ഇരുന്ന് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. ഉള്ള സമയം നല്ല വൃത്തിക്ക് നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് എൻ്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, റെഡി? ഇനി ലാസ്റ്റത്തെ കാര്യം, നമുക്ക് ഇഷ്ടമുള്ള കാര്യം, എപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് എന്ത്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, അതേപോലെ റിലാക്സ് ചെയ്യുക, അതേപോലെ തന്നെ ഉറങ്ങുക. ഇത് 3ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എൻ്റെ കുട്ടികൾ, നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ബ്രെയിനൊന്നും വർക്ക് ആവില്ല. അതേപോലെ തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയുടെ തലേ ദിവസമൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, ഉറക്കമൊന്നുമില്ലാതെ ഭക്ഷണമില്ലാതെ ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇപ്പം എന്ത് ചെയ്യുക, ഇപ്പം ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കുറച്ച് വീതം ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ എന്തായിരിക്കും, ഫ്രീ ആയിട്ടിരുന്നിട്ട് സുഖമായിട്ടിരുന്ന് റിവൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇത് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കാണും. മാത്രമല്ല ഇതേപോലത്തെ എന്തെങ്കിലും ടോപ്പിക്സുകളൊക്കെ നിങ്ങൾക്ക് ഇനി മിസ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പതേ മിസ് റെഡിയാക്കി തരും. ഓക്കെ, റെഡി? ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട് മിസ്സേ എനിക്ക് പറ്റുന്നില്ല, അപ്പം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ നമ്മുടെ ബാച്ചസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മളിവിടെ കറക്റ്റായിട്ട് ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും, ഒരു സ്ട്രെസ്സും ഇല്ല. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, ടെസ്റ്റ് സീരീസുകൾ നടക്കും, അതായത് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ചാപ്റ്റർ കഴിയുമ്പോഴുള്ള ടെസ്റ്റും എക്സാമിനും നമ്മുടെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിനൊക്കെ മുന്നുള്ള മോഡൽ എക്സാംസ് നടത്തുന്നതായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാച്ചസ് വരുന്നത്. അപ്പം നിങ്ങൾ ഏത് ക്ലാസ്സസിലാണോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ മക്കളെ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, റെഡി? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാച്ചുകളാണ്, നിങ്ങൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് റെഫർ എ ഫ്രണ്ട് എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പൈസയും കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞാൽ മതി, മിസ് അപ്പം തന്നെ എൻ്റെ കുട്ടികൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.